അല്ല ചേച്ചി. മിണ്ടരുത്. ഓ, കാലം, നേരം, നക്ഷത്രം, ശുഭമുഹൂർത്തം ഇതെല്ലാം കല്യാണത്തിന് മുഖ്യ ഘടകങ്ങളല്ലേ ഗുരുജി? അതെ, അതൊക്കെ എനിക്കറിയാം. അത് ഞാൻ മറക്കില്ല. പക്ഷേ ഇതിനെല്ലാം അപ്പുറം ആനന്ദിന്റെ കല്യാണമാണ് എനിക്ക് പ്രധാനം. ഒന്നെനിക്കറിയാം, എന്റെ മകന്റെ പിറന്നാളിനേക്കാൾ നല്ലൊരു നാൾ അവന്റെ കല്യാണത്തിന് കിട്ടില്ല. അതുകൊണ്ടാ അതേ ദിവസം ഞാൻ അവന്റെ കല്യാണം നടത്താൻ നിശ്ചയിച്ചത്. ഇനിയിപ്പോ ദൈവം നേരിട്ട് വന്നെന്നോട് കൽപ്പിച്ചാലും ഈ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ തീരുമാനം മാറില്ല. വിവാഹം വളരെ ഭംഗിയായി നടക്കണം. അതിന് പൂജയോ ഹോമമോ വഴിപാടോ എന്ത് ചെയ്യണമെന്ന് ഗുരുജി പറയണം. ഞാനതിന് തയ്യാറാ. പക്ഷെ കല്യാണ തീയതി മാറ്റണമെന്ന് ഗുരുജി പറയരുത്. ഇക്കാര്യത്തിൽ ഒരു മാറ്റവും വരുത്താൻ ഞാൻ തയ്യാറല്ല ഗുരുജി. അവിവേകമാണെങ്കിൽ ഗുരുജി എന്നോട് ക്ഷമിക്കണം. ഇക്കാര്യത്തിൽ എനിക്ക് ഒരു പരിഭവവും ഉണ്ടാകും. അലകടലും ആകാശവും അനന്തകോടി നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ച ഈ അത്ഭുത വിസ്മയ പ്രപഞ്ചത്തിന്റെ ശില്പി സാക്ഷാൽ ദൈവം അഖിലെയും ഈ കുടുംബത്തെയും രക്ഷിക്കട്ടെ. ഞാൻ ഇറങ്ങുന്നു. ശരി ഗുരുജി. ഗുരുജി, പിൻവിളി ശുഭകരമല്ല, അതൊഴിവാക്കാം അഖില. ജോർജ്, ജാതകം നന്നായിട്ട് പരിശോധിച്ചിട്ട് തന്നെയാണോ ഇതൊക്കെ പറയുന്നത്? എന്താ സാർ അങ്ങനെ ചോദിച്ചത്? ഈ തൊഴിലിൽ 30 വർഷത്തെ അനുഭവജ്ഞാനമുള്ള ആളാ ഞാൻ. ജാതകം നോക്കിയാൽ ഇതിന്റെ ഭൂതവും ഭാവിയും വർത്തമാനവും എനിക്ക് കൃത്യമായി തന്നെ മനസ്സിലാവും സാർ. 3 കാലങ്ങളെക്കുറിച്ചും സത്യമായിട്ട് തന്നെ ഞാൻ പറയുകയും ചെയ്യും. ആരോടെങ്കിലും പണം വാങ്ങിയിട്ട് അവർക്ക് വേണ്ടി ഗണിച്ചു പറയുന്നതാണോ? അരവിന്ദ്, എന്താ നീ പറയുന്നേ? എന്റെ അമ്മേ, ഇയാൾ ആരോടോ പണം വാങ്ങിയിട്ട് അവർക്ക് വേണ്ടി വിളിച്ചു പറയുന്ന അമ്മ ഈ അസത്യങ്ങള്. ഇല്ല മാഡം, ഞാൻ അസത്യം ഒന്നും പറയില്ല, സത്യം മാത്രമേ പറയൂ. അമ്മേ, ഇയാള് പച്ച കള്ള വിളിച്ചു പറയുന്നേ. അമ്മേ, അമ്മ ഒന്ന് നോക്കമ്മേ. ശരിയാണല്ലോ അഖില, 2 ജാതകങ്ങൾ ഒരുപോലെയാണല്ലോ ഇരിക്കുന്നത്. അമ്മേ, 2 ജാതകങ്ങളും ചേർത്ത് വെച്ച് നോക്കിയാൽ അറിയാം, ആ 2 ജാതകങ്ങളും ഒരുപോലെയാണ്, ഒരു വ്യത്യാസവും. പിന്നെ എങ്ങനെ ഗംഗയുടെ ജാതകം നോക്കിയപ്പോ ശുദ്ധവും കല്യാണിയുടെ ജാതകം നോക്കിയപ്പോ അത് പാപമായിട്ട് പോകുന്നേ? അതെ ആന്റി, ഈ ജാതകങ്ങൾ രണ്ടും ഒരുപോലെ തന്നെയാ. അപ്പൊ ജാതക ഫലം എങ്ങനെ മാറും? ഈ ജോത്സരി പറയുന്നതിൽ എന്തോ കള്ളത്തരമുണ്ട്. ഗംഗയുടെ ജാതകവും കല്യാണിയുടെ ജാതകവും ഒരുപോലെ എങ്ങനെയാ വന്നത്? എന്റെ അമ്മേ, ഈ ജാതക പ്രശ്നം നേരത്തെ തന്നെ അമ്മോട് പറഞ്ഞിട്ടുള്ളതാ. ഈ ജാതകങ്ങൾ രണ്ടും ഒന്നാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഈ 2 ജാതകങ്ങൾ ഏതോ ഒന്ന് കള്ള ജാതകോ. അത് അമ്മയെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇതെല്ലാം ചെയ്തത്. അരവിന്ദ്, ഇയാളെ വെറുതെ വിടരുത്. ഇയാൾക്ക് ആരാണ് പണം കൊടുത്ത് ഇങ്ങനെ പറയിപ്പിച്ചെന്ന് അറിയണോ എനിക്ക്? സത്യം പറയടോ, തനിക്കാരെ പണം ഇങ്ങനെ ജയിപ്പിച്ച്? എടോ, സത്യം പറഞ്ഞല്ലേ തന്നെ ഞാൻ വീട്ടിലെ തന്നെ ഞാൻ ആരുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചോ താൻ ഇങ്ങനെ ചെയ്തേ? പറയടോ, ആരോടോ എനിക്ക് പണം തന്നെ? പറയടോ, തന്റെ കണ്ണ് കണ്ടറിയാം. അരവിന്ദേ, കവടി ആരോടോ എനിക്ക് പണം തന്നെ? അരവിന്ദ്, നമസ്കാരം. ഇരുന്നാട്ടെ. ഇവിടെയുണ്ടായ കാര്യങ്ങളെല്ലാം കൃഷ്ണേട്ടൻ ഫോണിലൂടെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ? അതെ,
എല്ലാം പറഞ്ഞു. ഇതാണ് ആ 2 ജാതകങ്ങൾ. ഇത് കല്യാണിയുടെ ജാതകം, ഇത് ഗംഗയുടെ ജാതകം. അല്ല, ഇത് ഞാൻ നോക്കിയിട്ടുള്ള ജാതകങ്ങളാണല്ലോ. അതെ ഗുരുജി, പക്ഷേ അത് ഓരോന്നായിട്ടല്ലേ നോക്കിയത്. ഇപ്പൊ ഈ 2 ജാതകങ്ങളും കൂടി ഒത്തു നോക്കിയിട്ട് എന്താണെന്ന് കൂടി പറയണം. അല്ല, ഞാൻ നോക്കിയിട്ട് ഈ 2 ജാതകങ്ങളും ഒരുപോലെ ഇരിക്കുന്നു. ഗുരുജി, ഈ 2 ജാതകങ്ങളിൽ യഥാർത്ഥ ജാതകം ആരുടേതാണെന്ന് കൂടി പറയാമോ? തീർച്ചയായും പറയാം. പറയൂ ഗുരുജി, ഈ 2 ജാതകങ്ങളിൽ ആരുടേതാണ് ശരിക്കുള്ളത്? അതെനിക്കറിയണം. പറയാം. അതിനു മുമ്പ് ഞാൻ ചോദിക്കുന്ന ചില കാര്യങ്ങൾക്ക് നന്നായി ആലോചിച്ചിട്ട് എനിക്ക് മറുപടി തരണം. പറയാം ഗുരുജി. അവൻ വന്ന് എന്നോട് പറഞ്ഞപ്പോ ഞാനും കരുതി ചിലപ്പോ അങ്ങനെ സംഭവിച്ചേക്കുമെന്ന്. എന്നിട്ട് എന്തുണ്ടായി? ഗുരുജി നോക്കിയിട്ടും ഒരു കള്ളത്തരവും കണ്ടുപിടിക്കാനായില്ല. കൈരേഖകൾ വരെ നോക്കി, അതും ഒരുപോലെയാണെന്നാ ഗുരുജി പറഞ്ഞത്. എന്താ വല്യുഞ്ഞു മിണ്ടാതെ നിൽക്കുന്നത്? അതല്ല കല്യാണി, ഈ ലോകത്ത് അനേകം കോടി മനുഷ്യരുണ്ട്. ഓരോരുത്തരുടെയും കൈരേഖകൾ ഒന്നിനൊന്ന് വ്യത്യസ്തമായിരിക്കും. ഇതെല്ലാം അവള് കാണിച്ച കള്ളത്തരങ്ങളാ. ജാതകത്തിൽ ചെയ്ത ചതി കൈരേഖയിലും കാണിച്ചിട്ടുണ്ട്. ജാതകം കള്ളമാണെന്ന് കണ്ടുപിടിക്കാൻ സാറും അനിയങ്കുഞ്ഞും നന്ദന മാഡവും കൂടി ചെയ്ത പ്ലാൻ ഇങ്ങനെ തകരുമെന്ന് അവരാരും കരുതിയിട്ടുണ്ടാവില്ല. എന്താ വല്യുഞ്ഞ ആലോചിക്കുന്നേ? ഞാൻ ഇനി കൂടുതലൊന്നും ആലോചിക്കുന്നില്ല കല്യാണി. ഒരേ ഒരു കാര്യം മാത്രം. വരുന്ന പിറന്നാൾ ദിവസം അമ്മയോട് പറഞ്ഞ് നിന്നെ സ്വന്തമാക്കണം. എനിക്ക് പൊരുത്തമുള്ള പെണ്ണ് ഗംഗയാണെന്ന് അമ്മയുടെ ധാരണ മാറണം. എനിക്ക് പൊരുത്തമുള്ള പെണ്ണ് കല്യാണിയാണെന്ന് അമ്മ തന്നെ പറയണം. അമ്മ അത് പറയും. അതെന്റെ പ്രതീക്ഷയല്ല, ഉറച്ച വിശ്വാസമാ. വല്യുഞ്ഞിന് ഉറപ്പാണോ അത്? ഉറപ്പാണ്. കാരണം നിന്നെ വിട്ടുകൊടുത്തിട്ട് തൃച്ചംബരത്ത് ആനന്ദകൃഷ്ണൻ ഒരു ജീവിതമില്ല. ഈ പ്രോജക്റ്റ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ സാധ്യമല്ല. ഓക്കെ. കാര്യം നമ്മൾ ആ പ്രോജക്റ്റ് LSA കമ്പനിക്ക് അപ്രൂവൽ ചെയ്ത് കഴിഞ്ഞു. ശരി. പുതിയ കൊട്ടേഷൻ പ്രിപ്പയർ ചെയ്താൽ മതി. യെസ് മാഡം. എക്സ്ക്യൂസ് മീ. ഓക്കെ. അങ്കിളെ, what a pleasant surprise. വാ അങ്കിൾ. അങ്കിൾ ഇപ്പൊ വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇരിക്കും. എന്തുണ്ട് വിശേഷം? നല്ലത് തന്നെ. ആ, നല്ലത് തന്നെ. അങ്കിളിന് എങ്ങനെ? ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴാ ഞാൻ അങ്കിളിനെ കാണാൻ വന്നത്. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? മറ്റു കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ? ഓ, ഷുഗർ, പ്രഷർ, ഈ 2 കക്ഷികളും കൂടെയുണ്ട്. അവരുമായിട്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നു. കല്യാണി ആനന്ദിനെ പ്രണയിക്കുന്നുണ്ടെങ്കിൽ നീ ഉറപ്പിച്ച കല്യാണത്തിന് അവള് തയ്യാറാകുമായിരുന്നു. നീ എന്താ അഖില അത് ചിന്തിക്കാത്തത്? നീ ഒരു സാധാരണ സ്ത്രീയല്ല, ചിന്തിക്കേ. എന്റെ അഖില, ഇങ്ങനെ കല്യാണിയെ ഉപദ്രവിക്കരുത്. കല്യാണി
ആനന്ദിനെ പ്രണയിക്കുന്നില്ല എന്നെന്റെ മനസ്സ് പറയുമ്പോഴും ബുദ്ധി മറിച്ചാണ് വിളിച്ചു പോകുന്നത്. ബുദ്ധി പറയുന്നതാണോ മനസ്സ് പറയുന്നതാണോ സത്യം? ഓ, മാഡം, യെസ്. മാഡം പറഞ്ഞ കറക്ഷൻസ് ഞാനിതിൽ വരുത്തിയിട്ടുണ്ട്. പരിശോധിച്ച് സൈൻ ചെയ്ത് തന്നാൽ ഞാനിത് ഫോർവേഡ് ചെയ്തോളാം. ഹലോ അങ്കിൾ. ശരി അങ്കിൾ. സഞ്ജു, നിങ്ങൾ അല്പനേരം പുറത്ത് നിൽക്ക്. ശരി, ഞാൻ വിളിക്കാം. എന്താ? ഞാൻ വീഡിയോ എടുത്തുപോയി മാഡം, എന്നെ രക്ഷിക്കണം. എന്റെ കൂടെ നിന്ന് എന്നെ ഒറ്റ കൊടുക്കുന്നല്ലേ? അടിക്കവനെ. ഇങ്ങോട്ട് പോണം. നിർത്ത. ഇവനെ കൊണ്ടുപോയി നമ്മുടെ ഗോഡൌണിൽ അടയ്ക്ക. ഞാൻ പറയാതെ ഒരു തുള്ളി വെള്ളം പോലും കൊടുത്തു പോരുത്. നടക്കടാ, പിടിച്ച് കയറ്റണ കൊണ്ട് കേരള കൊണ്ട്. വണ്ടി എടുക്ക. നീ പ്രിയങ്ക മാഡത്തിന്റെ കൂടെ നിന്ന് മാഡത്തിനെ ചതിക്കുമല്ലടാ. അടിക്കടാ. തലല്ലേ പിന്നെയൊക്കെ തല്ലയല്ല വേണ്ടത്, കൊല്ലയാ വേണ്ടത്. ചോറ് ഇവിടെ, ഊറ് അവിടെ. അല്ലടാ, എണീക്കടാ, എണീക്ക്. നേരെ നില്ലടാ. നിന്നെ ഞങ്ങള് താലോടിക്കാൻ കൊണ്ടുവന്നാടാ. കെട്ടി വേടാ ഇവനെ. കസേരയോട്ട് കെട്ടി ഇരുത്തണം അവനെ. കെട്ട്. എന്നെ ഒന്നും ചെയ്യല്ലേ. അവൻ മാഡത്തിന് ഒറ്റ നടക്കുന്നു. എന്നെ ഒന്നും ചെയ്യല്ലേ. കൊടുക്കണം അവന്. അവനെ നിർത്തണ. നീ കാരണ എന്താണ് അവിടെ? ആരാണോ നീ? വാടാ ഇവിടെ നില്ലടാ. നിക്കണവിടെ. പിടിക്കവരെ. എന്താ പ്രിയങ്കേ, ഭയമുണ്ടോ നിനക്ക്? കളി രണ്ടാം പകുതിയിൽ കൈവിട്ടു പോകുമെന്നൊരു ഭയം ശരിയല്ലേ? ക്ഷത്രിയ രക്തത്തിൽ പരാജയഭയം പാടില്ലല്ലോ അങ്കിള. പിന്നെ കളി ആരംഭിക്കും മുന്നേ വെറുതെ ഒരു ടോസ്, അത്രേ ഉള്ളൂ. ശരി, ഞാൻ ഇറങ്ങുന്ന അങ്കിൾ. ആയിക്കോട്ടെ. പിന്നെ എതിരാളികൾ എത്ര പ്രബലരാണെങ്കിലും ബുദ്ധി കൊണ്ട് മാത്രമേ അവരെ പരാജയപ്പെടുത്താൻ കഴിയൂ. അത് മറക്കാതിരിക്കുക.
അവരവിടെ ആലോചിക്കുമ്പോ നമ്മളിവിടെ പ്രവർത്തിച്ചിരിക്കണം. ശരി അങ്കിൾ. ഉം. അമ്മയുടെ ആഗ്രഹം നീ നടത്തിത്തരില്ല? അമ്മ ആഗ്രഹിക്കുന്നത് ന്യായമായ കാര്യമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അമ്മയുടെ ആവശ്യം ന്യായമാണെങ്കിൽ അത് ഞാൻ നടത്തിത്തരും. എന്താ അഖില ആലോചിക്കുന്നു? ആനന്ദ് പറഞ്ഞത് ഓർത്താണെങ്കിൽ അവൻ നിന്നെ ധിഖരിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. എന്തു മനസ്സിലായിട്ടാ കൃഷ്ണേട്ട സംസാരിക്കുന്നത്? ഞാൻ ചോദിച്ച ചോദ്യത്തിന് അവൻ പറഞ്ഞ മറുപടി എന്താ? അമ്മ ചോദിക്കുന്ന കാര്യത്തിൽ ന്യായമുണ്ടാകുമെന്നും ന്യായമുള്ള കാര്യം പറഞ്ഞാൽ ഞാനത് അനുസരിക്കുമെന്നും അവൻ പറഞ്ഞത് ഞാൻ കേട്ടു നിൽക്കുകയായിരുന്നല്ലോ. ആനന്ദ് പറഞ്ഞതിന്റെ ദ്വയാർത്ഥം എന്താ കൃഷ്ണേട്ടന് മനസ്സിലായില്ലേ? അതോ മനസ്സിലായിട്ടും മനസ്സിലായില്ല എന്ന് അഭിനയിക്കുകയാണോ? എന്താ അഖില എങ്ങനെയൊക്കെ പറയുന്നത്? ഞാനെന്തിനു നിന്റെ മുന്നിൽ അഭിനയിക്കണം? അപ്പോ അതിനു പിന്നിലുള്ള ദ്വയാർത്ഥം കൃഷ്ണേട്ടന് മനസ്സിലായില്ലെന്ന്. ഞാൻ ആഗ്രഹിക്കുന്നത് നീ നടത്തിത്തരുമോന്ന് ഞാൻ അവനോട് ചോദിച്ചപ്പോ അത് നടത്തിത്തരുമെന്നല്ല അവൻ പറഞ്ഞത്. അതിനെ ചുറ്റിവളച്ചൊരു മറുപടി. ന്യായമായതാണെങ്കിൽ അവൻ നടത്തിത്തരുമെന്ന്. അപ്പോൾ ആനന്ദിനെ നീ സംശയിക്കുന്നു എന്നർത്ഥം. ആനന്ദിന് മാത്രമല്ല, അവന്റെ പല കാര്യങ്ങൾക്കും പിന്തുണ കൊടുത്ത് കൂടെ നടക്കുന്ന കൃഷ്ണേട്ടനെ വരെ എനിക്ക് സംശയം. ദൈവമേ, ശ്വാസമില്ല. മരിച്ചു പോയി കാണോ? എന്റെയും ആരും കണ്ടിട്ടില്ല. ഭാഗ്യം. ആരെങ്കിലും കാണുന്നതിന് മുമ്പ് വേഗം പോവാം. ഗംഗയ്ക്ക് ഒരു സീരിയസ്നെസ്സും ഇല്ല. എത്ര പ്രധാനപ്പെട്ട പൂജ ഇത്. കൃത്യസമയത്ത് തന്നെ വരണമെന്ന് അവക്കറിയില്ലേ? ഞാനൊന്ന് ഫോൺ ചെയ്താലോ? വേണ്ട, കാറോടിക്കല്ലേ. നീ ഫോൺ നമ്പർ തരുന്നോ ഇല്ലയോ? എന്താ ഒരു മടി? 9745091020. ഫോൺ ബെല്ലടിക്കുന്നു, എടുക്ക്. ഹലോ, നിന്റെ അച്ഛന്റെ പേരെന്താ? അത് അച്ഛന്റെ പേര് പറയാനും ആലോചിക്കണം. നീ ആള് കൊള്ളാലോ. അനിൽ മേനോൻ. അനിൽ മേനോൻ. ഹലോ, മിസ്റ്റർ അനിൽ മേനോൻ എവിടെയാണ്? ഞാൻ ചന്തയിൽ നിന്ന് പച്ചക്കറി വാങ്ങി വീട്ടിലോട്ട് പോവാ.
ഏത് ചന്തയിൽ നിന്നാ പച്ചക്കറി മേടിച്ചേ? കന്യാകുളങ്ങര ചന്തയെന്ന് നല്ല ഫ്രഷ് പച്ചക്കറി അവിടെ കിട്ടും. നിന്റെ അച്ഛനങ്ങ് ഔട്ട് ഓഫ് സ്റ്റേഷനാന്ന് പറഞ്ഞിട്ട് ഇവിടെ ഉണ്ടല്ലോ. ഇവിടെ അപ്പുറത്ത് കന്യാകുളങ്ങര ചന്തയിൽ നിപ്പുണ്ട ആള്. ഏതോ ഒരുത്തം ഫോൺ വിളിച്ചിട്ട് സംസാരിക്കാതിരിക്കുന്നു. ഹലോ, നിങ്ങൾ ലൈനിലുണ്ടോ? ആരാ സംസാരിക്കുന്നത്? മിസ്റ്റർ അനിൽ മേനോൻ, നിങ്ങൾ എത്രയും പെട്ടെന്ന് വട്ടപ്പാറ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. പോലീസ് സ്റ്റേഷനിലേക്കോ? നിങ്ങൾ ആരാ സംസാരിക്കുന്നത്? SI ആണേ. അയ്യോ, ഒരു എൻക്വയറിക്ക് വേണ്ടിയാ. സ്റ്റേഷൻ വരെ ഒന്ന് വരണമായിരുന്നു. എൻക്വയറിയോ? എന്ത് എൻക്വയറി? എല്ലാം വിശദീകരിച്ച് പറഞ്ഞാലേ സാറ് വരോളൂ. അങ്ങനെയാണെങ്കിൽ സാറിനെ കൊണ്ടുവരാൻ കുറച്ച് പോലീസുകാരെ അങ്ങോട്ട് അയക്കാം. ജീപ്പ് അയക്കാം. അയ്യോ വേണ്ട സാർ, ഞാൻ വരാം. ഞാൻ അങ്ങ് വരാം. നിങ്ങൾ മാത്രം പോരാ, കൂടെ ഭാര്യ ഉണ്ടായിരിക്കണം. ഇവളെന്തിനാ സാർ? അത് ഞാൻ വിശദീകരിക്കണം. വേണ്ട സാർ. അവരും വേണം. കൊണ്ടുവരാം സാർ. ഞങ്ങൾ രണ്ടുപേരും കൂടെ വരാം. എപ്പോഴാ സാർ വരേണ്ടത്? മുഹൂർത്തം അറിഞ്ഞാലേ സാറ് വരൂ. വേണ്ട സാർ, ഞങ്ങൾ ഉടനെ വരാം. വേഗം വേണം. പോലീസ് എന്തിനാ നമ്മളെ എൻക്വയറിക്ക് വിളിക്കുന്നത്? അതെനിക്കെങ്ങനെ അറിയാം? ചെന്നില്ലെങ്കിലേ പോലീസുകാർ ഇങ്ങോട്ടെത്തും. അയ്യോ വേണ്ട, നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം. ഒരു ഓട്ടോ. ഓട്ടോ. വിലാസിനി, എനിക്കിവിടെ 100 കൂട്ടം ജോലിയുണ്ട്. കാര്യങ്ങൾ ഇങ്ങനെ നീട്ടിപ്പരത്താതെ എന്താണെന്ന് വെച്ചാൽ അത് തുറന്നു പറയും. അയ്യോ ചേച്ചി, ബിസിനസ് കാര്യത്തിനാണെന്നും പറഞ്ഞ് ഇവിടെ നിന്ന് രാവിലെ ഇറങ്ങിപ്പോയ ഗംഗ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. ഇപ്പൊ ഫോൺ വിളിച്ചിട്ട് അത് സ്വിച്ച് ഓഫ് ആവാ. ഇതിനാണോ ഇവിടെ കിടന്ന് നീ ബഹളമൊക്കെ ഉണ്ടാക്കിയത്? എന്താ ചേച്ചി ഈ പറയുന്നത്? ഇതൊരു ചെറിയ കാര്യമല്ല. കല്യാണം ഉറപ്പിച്ച പെണ്ണിനെ പുറത്ത് വിട്ടതേ തെറ്റ്. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ചേച്ചി, കല്യാണ പെണ്ണിനെ പുറത്ത് വിടരുതെന്ന്. എന്നിട്ടിപ്പൊ കണ്ടില്ലേ, അവളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫ്. അതാ എനിക്ക് എന്ത് വേണമെന്ന് ആലോചിച്ച് ആകെ ഒരു പരിഭ്രാന്തിയാ. അവളുടെ മൊബൈൽ ഫോൺ ചാർജ് തീർന്ന് സ്വിച്ച് ഓഫ് ആയി കാണും. അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യുന്നത് കൊണ്ട് സ്വിച്ച് ഓഫ് ആക്കി വെച്ച് കാണും. അതിന് നീ എന്തിനാ ഒരു കാര്യമില്ലാതെ ഇത്രയും ബഹളം കാട്ടിക്കൂട്ടുന്നത്? ഇല്ല ചേച്ചി, അവൾ ഒരിക്കലും ഫോൺ സ്വിച്ച് ഓഫ് ആക്കാറില്ല. ദേ, ഇനി ചാർജ് തീർന്നു പോയതാണെന്ന് കരുതാനും കഴിയില്ല. ഫുൾ ചാർജുള്ള പവർ ബാങ്ക് അവളുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവാറുണ്ട്. അയ്യോ, ഇതിലെന്തോ ഒരു കുഴപ്പമുണ്ട്. അയ്യോ, എന്റെ നെഞ്ചു കിടന്ന് പടപടാന്ന് മിടിക്കുക. വിലാസിനെ, നീ ഇപ്പൊ എന്താ പറഞ്ഞു വരുന്നത്? അയ്യോ, എനിക്ക് എന്താണെന്ന് അറിയില്ല. ഗംഗയ്ക്ക് എന്തോ ഒരു വലിയ അപകടം ഉണ്ടായിരിക്കുന്ന പോലെ എനിക്ക് തോന്നുക. എന്റെ മനസ്സിൽ വെറുതെ അങ്ങനെ ഒരു സംശയം തോന്നാറില്ല. എന്തു തോന്നല? തോന്നലല്ല ചേച്ചി, അത് സത്യമാണ്. എന്ത് സത്യം? അത് ആനന്ദും ഗംഗയും തമ്മിലുള്ള കല്യാണത്തിന് എതിരുള്ളവരാരെങ്കിലും ഗംഗയെ തട്ടിക്കൊണ്ടു പോയിട്ടുണ്ടോ എന്നാ എന്റെ ഒരു സംശയം. വിലാസിനെ, നിനക്ക് ടെൻഷൻ ഉണ്ടെന്ന് പറഞ്ഞ് നീ വായി തോന്നുന്നു വിളിച്ചു പറയരുത് കേട്ടോ. ഞാൻ വെറുതെ പറയുന്നതല്ല ചേച്ചി. തീർച്ചയായും ഗംഗയെ ആരും തട്ടിക്കൊണ്ടു പോയത് തന്നെ, ഒരു സംശയമില്ല. ഇത്ര ഉറപ്പിച്ച് പറയണമെങ്കിൽ നിനക്കാരെങ്കിലും സംശയമുണ്ടോ? അതല്ലേ അതിന്റെ അർത്ഥം. വിലാസിനി, ചേച്ചി ഇപ്പൊ മനസ്സിലായോ? ഇതാണ് എന്റെ മകൻ, തൃച്ചംബരത്തെ ആനന്ദ് കൃഷ്ണൻ.
എന്തായി മാഡം? പൂജയ്ക്കുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു. നിങ്ങളുടെ അനുജത്തി ഇതുവരെ വന്നില്ലല്ലോ. അനുജത്തി വരുമ്പോ വരട്ടെ മാഡം. ആ മാഡം വന്ന് പൂജയ്ക്കിരിക്കേ. ഇരുന്നോളൂ. ഇതറിഞ്ഞിട്ടും ആനന്ദ് അഖിലോടൊന്നും പറഞ്ഞില്ലെന്നാണോ നീ പറയുന്നത്? അതേ പ്രിയങ്കേ, സത്യം ഞാൻ പറയുന്നത്. ഒന്നും പറഞ്ഞിട്ടില്ല. അറിഞ്ഞിട്ടും അഖിലയോടൊന്നും പറയാതിരിക്കുന്നതും അറിയാത്ത ഭാവം നടിക്കുന്നതും ആനന്ദിന്റെ മാസ്റ്റർ പ്ലാനാ. ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. നീ നാളെ കല്യാണ പെണ്ണായി മണ്ഡപത്തിലേക്ക് ഇറങ്ങാൻ തയ്യാറായിക്കും. കല്യാണത്തിന് ഞാനും വരും. എനിക്ക് എന്റെ കൂടപ്പിറപ്പിന്റെ കല്യാണം കാണണം. പ്രിയങ്കേ, ആരും കണ്ടുപിടിക്കാത്ത രീതിയിൽ വേണം നീ വരാൻ. ഹലോ ഹലോ